അല്ല എനിക്ക് 50 വയസ്സായതുകൊണ്ട് എന്തുകൊണ്ട് 50 വയസ്സ് 50 അല്ല അവനെ ഇതുവരെ അവന്റെ ബിജുപി എന്ന് പറയുന്നത് ഞാൻ എന്ത് ചാവോന്ന് ചോദിച്ചാൽ നടക്കുകയായിരുന്നു. അവനൊക്കെ തെങ്ങന്നൂരിൽ കൊണ്ടുപോയി ചാവുന്ന എന്നാ അറിയണമായിരുന്നു. അവരമ്മേ പോയിട്ട് എന്തുവാ നിങ്ങൾക്ക് ആയുസ് ഇഷ്ടം പോലാണ്. ബാക്കി നോക്കിയാലെല്ലാം മതി. 80-ന് മേളിൽ 80-90-ഓളം ആയുസുണ്ട്. ഒരു മാസം എന്റെ വയസ്സറിയണം നോക്കണം. വളരെ രോഗങ്ങളാണ്. വളരെ രോഗങ്ങളാണ് അറിയാം. എനിക്കറിയില്ല. സ്വത്തം എങ്ങനെയോ ഇതിന്റെ എന്തൊക്കെയോ അവനെന്റെ സ്വത്തല്ലായിട്ട് ആർക്കൊക്കെയോ കൊടുക്കണമെന്നുള്ളതാണ് അവന്റെ അവരെ അതിനാണ് ഞാൻ ഇരിക്കുന്നത്. ഒന്നും എനിക്കറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള വിചാരങ്ങളായിരുന്നു. എന്റെ സ്വത്തല്ലായിട്ട് ആർക്കൊക്കെയോ കൊടുക്കാം എന്നൊക്കെയുള്ള വിചാരമായിരുന്നു അവന്. എന്തൊക്കെയോ ഒന്ന് പിടിച്ചു പറിക്കാമെന്നുള്ളത്. അയ്യോ കൊള്ളാമല്ലോ, അവനൊന്ന് പിടിച്ചു പറിക്കാൻ നടക്കുമോ ഇങ്ങനെയൊന്നും. എന്തായാലും അവനൊന്നും നിലവാങ്ങിയില്ലല്ലോ. ഞാനിപ്പോ പറഞ്ഞാറില്ലല്ലോ. രാത്രിയിൽ ഉള്ള വിഷമാറെല്ലാം കഴിക്കാൻ പോയി. പിന്നെ ഞാൻ എന്റെ ജെല്ലിൽ തുറന്നു കഴിച്ചത്. അങ്ങനെ ഹലോ, രാത്രിയിലുള്ള വിഷമാറോ ഏതാണ്ടെല്ലാം കൂടെ മുമ്പേക്കോട്ടെല്ലാം കഴിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ എന്റെ ജെല്ലിലാണ് തുറന്നിട്ട് അതോടൊപ്പം വിഷമാറ വഴി നിർത്തി അങ്ങ് അടിക്കുക. ഈ കിഴക്കേ ജെല്ലിയെ തുറന്നിട്ട് അതോടെ പിന്നെ അല്ലേ ഇങ്ങനെ തങ്ങിയിരിക്കുമല്ലോ വെട്ടവാറുമല്ല. ഫാനിന്റെ സ്പീഡും ഒക്കെ കുറച്ചേക്ക് ഉള്ള വെട്ടവാറുമെല്ലാം കൂടെ അങ്ങ് അടിക്കാൻ തുടങ്ങണം. വേറെ പിന്നെ ഞാൻ ജനലൊക്കെ തുറന്നിട്ട് അങ്ങനെ അന്നേരം പിന്നെ അടി പറയുന്നത് നിർത്തി. ഭയങ്കര രോഗം എന്തെല്ലാം രോഗമായിനോട്. ഈ മണ്ണിലൂടെ സ്വാമി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഉള്ളത്. അല്ല അവനെ പോത്തില്ല. അവന് എനിക്കറിയാം. അവൻ ഇവിടത്തനൊക്കെ തന്നെ 12 മണി 1 മണിയൊക്കെ ഇവൻ ഇവിടത്തന്നെ ഉണ്ട്. ഈ മന്ദിരത്തിലെ സ്വാമി എന്ന് പറയുന്നതേ ഈ മന്ദിരത്തിൽ തന്നെ മനസ്സിലായി. അവൻ ചിലപ്പോ ഈ ബിൽഡിംഗ് ഇവരുടെയൊക്കെ ബിൽഡിങ്ങിലാണ് ഇരിക്കുന്നത്. അറിയാൻ നമ്മളറിയുന്നത് പാതിരാത്രിക്ക് വരെടാ പോകുന്നത്. മന്ദിരത്തിലെ സ്വാമി എന്ന് പറയുന്നവനെ. ഹലോ, അവനിവിടെ തന്നെ ഉണ്ട്. അവൻ അതിനകത്ത് ഒരുങ്ങി എവിടെയൊക്കെ പോകുന്നത്. നമ്മൾ അവിടെ പോയി ഇതൊക്കെല്ലാം മനസ്സിലായി. അതിന്റെ ഇതുമല്ല ഇവിടെ തന്നെ ഇരിക്കുന്നത്. ആ മുറിക്കാത്ത അപ്പൊ ഇവനാ ഇങ്ങനെ ഇതൊക്കെ അടിക്കാൻ ഒരാളാണ്. മനസ്സിലാക്കിയോ? അങ്ങനെ മാമൻ ശീലമാവെന്ന് അറിയത്തില്ല. മാമൻ ഇതൊക്കെ അറിയാം. മാമേക്ക് മക്കളെ പോയി മാമനോടൊക്കെ പറയുന്നത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ബന്ധുക്കള് ഇല്ലാത്തത് നിങ്ങൾക്ക് എന്തിനാണോ ബന്ധുക്കൾ മനസ്സിലായില്ല. ബന്ധുക്കൾ ഇടപെടുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇടപെടുന്നേ? പണ്ട് ശാസ്ത്രി എന്ന് പറയുന്ന ആ അമ്മയുടെ മക്കളുടെ കാര്യത്തിനകത്ത് ഈ മാമൻ ഇടപെട്ടപ്പോഴും ഇത് തന്നെ പറഞ്ഞത് മനസ്സിലായില്ല. അവരോട് വരുന്ന പറയില്ല എന്നോട്. അവരും വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. അങ്ങനെ തന്നെ നടക്കുക കൂട്ടക്കാര്. അവരോട് എന്തോരം ശല്യമായിരുന്നു. ദിവസവും ശല്യമല്ലായിരുന്നു അവരോട്. അപ്പുറമായിരുന്നു ഇപ്പൊ എന്നോട് ചെയ്യുന്നത്. അതിന്റെ അപ്പുറവാ എന്റെ അടുക്കല് അതിനാണ് സ്ഥിരമായ അടി കൊടുത്തേക്കാണ്. അവരോട് ചെയ്യില്ല. തുണിപ്പൊക്കിങ്ങനെ പോവാ നമ്മള് നിങ്ങൾ കേട്ട പറ്റി ഇവരാണ് ആണുങ്ങള്. ഇതിനെ ഇപ്പോൾ ഏതൊരു ആണുങ്ങളുണ്ടോ ഇവനാ പോലും കളിക്കുന്ന എന്റെ തോന്നിയാത്ത ആളുകളാണ്. ഇത് എങ്ങനത്തെ ആരും അറിയണ്ട. ഇങ്ങനെയാണ് ആളുകൾ. ഇങ്ങനെയാണ് യഥാർത്ഥ ആണുങ്ങള്. യഥാർത്ഥ ആണുങ്ങൾ മാനവീയമുള്ളവർ ഇങ്ങനെയാണോ കാണിക്കുന്നത്? ഇങ്ങനെ കാണിക്കുന്നില്ല. മതിവഴിയല്ലേ അവന്റെ സ്വഭാവമായി കാണിക്കുന്നത്. അതിന്റെ ഈ തെമ്മാഴ്ചകൾ കാണിക്കുന്നത് മനസ്സിലായി. അവർ ഇതുപോലത്തെ തെമ്മാടിയാണെന്നുള്ളതാണ് ഈ സ്വഭാവം കാണിക്കുന്നത്. അത് വെറും ശരിയാണെന്നുള്ള സ്വഭാവമായി കാണിക്കുന്നതാണ്. എപ്പോഴും കിടക്കുന്നത്